നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തി കയറ്റിയിട്ട് ഞാൻ അപ്പോഴത്തെ ഒരു വികാരത്തിന് ചെയ്തു പോയതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശാലിനി. ഉറ്റവരടുത്ത് നിന്ന് മനസ്സ് മുറിപ്പെടുമ്പോ അതിനേക്കാൾ വലിയ വേദന ഉണ്ടാവുക. മൂർച്ചയുള്ള വാക്കുകൊണ്ടാണെങ്കില് ഒരു മാപ്പിനും ആ മുറി ഉണക്കാൻ പറ്റില്ല. ഇങ്ങനെ പലതും കണക്ക് കൂട്ടി ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. അതിന് എനിക്ക് മാറ്റമില്ല. കുഞ്ഞേച്ചി എന്തിനാ ഇവരുടെ അടുത്ത് കെഞ്ചാൻ പോകുന്നേ? കെഞ്ചുകയും യാചിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലേ അത് അന്തസ്സുള്ളവരുടെ മുമ്പിൽ വേണം, അല്ലാതെ ഇതുപോലെ നാണം കെട്ട ജന്മങ്ങൾക്ക് മുമ്പിലല്ല. മോളെ ശ്യാമേ, അമ്മയൊന്നും ചുമ്മാ ഇരുന്നേ. ഇവരുടെ പ്രശ്നം എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആര് നന്നാവുന്നത് കണ്ണി പിടിക്കത്തില്ല. ഞാനും കുഞ്ഞേച്ചിയൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഭയം. അതിനിടെ സ്വത്തും കൂടി വെട്ടിക്കേറിയ അമ്മയുടെ കണ്ണീരും കൂടി ഇവർക്ക് കാണാം. തൃപ്തിയാവട്ടെ അവർക്ക്. എപ്പോഴും എന്റെ നാവടക്കുന്ന പോലെ ഇവിടെ എന്റെ നാവടക്കാന്ന് കുഞ്ഞേച്ചി കരുതണ്ട. എനിക്കും കൂടി അവകാശപ്പെട്ടതാ ഈ സ്വത്ത്. അതുകൊണ്ടത് വെട്ടിക്കീറുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇതേ ഇവര് കേക്കണം. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, നല്ല ജീവിതമില്ലെന്നൊക്കെ. ഒരു പാവം ചായക്കടക്കാരിയാ ദേ എന്റെ അമ്മ. മക്കളിൽ ഒരാളെ കോളേജ് ലെക്ചർക്ക് കെട്ടിച്ചു കൊടുക്കാന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ടും അമ്മ ആ ഭാര്യ എടുത്ത് തലയിൽ വെച്ചു. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് പറയണോ അമ്മേ? നിങ്ങൾ ചിലപ്പോ പറയുമായിരിക്കും 30 പവന്റെ സ്ത്രീധനം കൊടുത്ത് ആ ബന്ധം ഉറപ്പിച്ചില്ലല്ലോ എന്ന്. അതിലും വലിയ തുകയാ രാജീവ് സാറ്, നിങ്ങളുടെ ഭർത്താവ്, അയാളുടെ അമ്മയ്ക്കും അമ്മാവനും കൊടുത്തത്. 18 ലക്ഷം. അതും നിങ്ങൾ ഒറ്റ ഒരാൾക്ക് വേണ്ടി. എന്നിട്ട് നിങ്ങൾ അയാളോട് എന്താ ചെയ്തത്? തല്ലി ഇറക്കി. LD ക്ലർക്കിനേക്കാളും ഒരുപാട് ശമ്പളമുണ്ട് കോളേജ് ലെക്ചർക്ക്. പഠിപ്പില്ലാത്ത പെണ്ണുങ്ങള് മര്യാദയ്ക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി നല്ല വീട്ടമ്മമാരായി കഴിയുകയാ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അതാണോ ചെയ്തത്? സ്വന്തം ഭാവി തന്നെ തല്ലി തകർത്തിട്ട് ഇവിടെ വന്ന് സ്വത്തിനു വേണ്ടി കുറയ്ക്കുന്നോ? ഇതിന് ഭേദം പോയി ചത്തൂടെ? എന്താണ് പറഞ്ഞത്? അമ്മ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. നിന്നെ ഞാൻ വീടിശാലിനി. ചേച്ചി, ചേച്ചി നിക്ക്. ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചി, കഥ അടക്കരുത്. ചേച്ചി, ചേച്ചി തുറക്ക്. ചേച്ചി, ശാരികേച്ചി വാതില് തുറക്ക്. ശാരികേച്ചി തുറക്ക്. ചേച്ചി, എടി തലയിരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.